റബീഇലേക്കുള്ള ഒരു സഫർ ദിവസം 4. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില കഥകളുണ്ട്. കിസ്റായുടെ കൊട്ടാരം കുലുങ്ങി, 14 ഗോപുരങ്ങൾ തകർന്നു, 1000 വർഷമായി കത്തിക്കൊണ്ടിരുന്ന പേർഷ്യൻ അഗ്നി അണഞ്ഞു, സാവതരാഗം വറ്റി വരണ്ടു. ഇതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി നിവേദനം ചെയ്യപ്പെട്ട കാര്യം. അർബാദ് ബിനു സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തതായി മുസ്നദ് അഹമ്മദിൽ വരുന്ന ഒരു ഹദീസ്. അന ദഅവതു അബി ഇബ്രാഹിം വ ബുശ്റ ഈസ വറഅത് ഉമ്മി ഹീന ഹമലത് ബി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളഅതു ലഹു ഖുസൂറുശ് ശാം. ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയുടെ ഫലവും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സന്തോഷ വാർത്തയുമാണ്. എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചപ്പോൾ അവരിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടതായി അവർ കണ്ടു. ആ പ്രകാശം ഷാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിച്ചു. മുസ്നദ് അഹമ്മദ് ഹദീസ് 17163. ഈ ഹദീസ് പണ്ഡിതർ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഒരു റിവായത്താണ്. പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ സൂക്ഷിക്കണം. കിസ്റായുടെ കൊട്ടാരം കുലുങ്ങിയതും 14 ഗോപുരങ്ങൾ തകർന്നതും പേർഷ്യയിലെ അഗ്നി അണഞ്ഞതും സാവതരാഗം പറ്റിയതും ഇവയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന രാത്രിയുമായി ബന്ധപ്പെടുത്തി ചരിത്ര ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ ഉള്ള ഹദീസൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവയെ സ്വഹീഹ് ഹദീസിലൂടെ ഉറപ്പായ കാര്യങ്ങൾ എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല. ഹദീസിലൂടെ ഉറപ്പായ കാര്യങ്ങളിൽ ഇത് സ്വഹീഹാണ് എന്ന് ചിലർ പരാമർശിക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു രൂപമാണ്, ഒരു സമീപനമാണ്. അതുപോലെ കഅബയിലെ എല്ലാ വിഗ്രഹങ്ങളും മുഖം കുത്തി വീണതും, ലോകത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും സിംഹാസനങ്ങൾ മറിഞ്ഞതും, കാഹിന്മാർക്ക് ജിന്നുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പ്രചരിക്കുന്ന പല കാര്യങ്ങൾക്കും ശക്തമായ സ്വഹീഹ് തെളിവുകളില്ല. അതിനാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ തെളിവില്ലാത്ത കഥകൾ പറയേണ്ട ആവശ്യമില്ല. കാരണം സത്യമായ ചരിത്രം തന്നെ അത്ഭുതകരമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയിലൂടെ വരവിൻ്റെ പ്രഖ്യാപനം നടത്തി. ഈസാ നബി അലൈഹിസ്സലാമും ആ സന്തോഷ വാർത്ത അറിയിച്ചു. ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രകാശത്തിൻ്റെ റിവായത്ത് നിവേദനം ചെയ്തു. പിന്നീട് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകാശം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നു. ഇന്നത്തെ പാഠം: മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മെ സത്യത്തിൽ നിന്ന് അകറ്റരുത്. തെളിവുള്ളത് തെളിവുള്ളതായി പറയണം, ദുർബലമായത് ദുർബലമായി പറയണം, തെളിവില്ലാത്തത് തെളിവില്ലാത്തതായി തന്നെ പറയണം. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് കെട്ടിച്ചമച്ച കഥകളുടെ ആവശ്യമില്ല. അള്ളാഹു തന്നെ സാക്ഷിയാണ്. ലോകങ്ങൾക്ക് കാരുണ്യമായി അയക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ മക്കയിലേക്ക് എത്തിയ ആ സ്ത്രീ, അനാഥനായ ആ കുഞ്ഞിനെ മറ്റുള്ളവർ ഒഴിവാക്കിയപ്പോൾ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് മുത്തുനബിയെ സ്വീകരിച്ചു? ആ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയതോടെ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന അടുത്ത അധ്യായം ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന ബറക്കത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.